ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ OnePlus Note 2 കുറിച്ചായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ A to Z എല്ലാ സ്പെസിഫിക്കേഷൻ ഒക്കെ ലീക്ക് ആയിട്ടുണ്ട്. അതായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്പെസിഫിക്കേഷൻ എല്ലാം തന്നെ ലീക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കൺഫേം തന്നെയാണ്. പക്ഷേ ലോഞ്ച് ഡേറ്റും കൂടെ ഉള്ളൂ ബാക്കി, അതാണ് നാളെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഫസ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി സംസാരിക്കാം. അപ്പോൾ നേരത്തെ ചില റൂമേഴ്സ് ഒക്കെ വന്നായിരുന്നു ഈ സ്മാർട്ട് ഫോണത്ത് പ്ലാസ്റ്റിക് ബാക്കും പ്ലാസ്റ്റിക് ഫ്രെയിമും ആണെന്ന്. പക്ഷെ ഇപ്രാവശ്യം കൺഫേം ആയിട്ടുണ്ട് ഈ സ്മാർട്ട് ഫോൺ അത് ഗ്ലാസ് ബാക്ക് വിത്ത് പ്ലാസ്റ്റിക് ഫ്രെയിം ആണ്. OnePlus Note കിട്ടിയ പോലെ സംഭവങ്ങളാണ് Note 2 വരാൻ പോകുന്നത്. പക്ഷെ ഡിസൈനിൽ പറയുന്നത് OnePlus 9R പോലെയൊക്കെ ആവുമെന്നൊക്കെയാണ്. അപ്പം നോക്കാം എന്താണ്. OnePlus 9 സീരീസ് പോലെയൊക്കെ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ ഒക്കെ. അറിയത്തില്ല എന്താണ്, പക്ഷെ ബിൽഡ് ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റും OnePlus Note പോലെയൊക്കെ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് Gorilla Glass 5 ഗ്ലാസ് ആണ് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ സംഭവം കൺഫേം ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പൊ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേസും കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അഗൈൻ കൺഫേം തന്നെയാണ്. ഈ സ്മാർട്ട് ഫോണത്ത് OnePlus Note പോലെ തന്നെയാണ് ഡിസ്പ്ലേ കിട്ടാൻ പോകുന്നത്. 6.4 ഇഞ്ച് നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. HDR10+ സപ്പോർട്ടും എല്ലാം തന്നെ ഈ സ്മാർട്ട് ഫോണത്ത് ഉണ്ടാവും. ഇത് 90 Hz ആയിരിക്കും, 120 Hz ഒന്നും തന്നെ അല്ലായിരിക്കും. 490 ppi സ്ക്രീൻ ആയിട്ടായിരിക്കും ഈ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നത്. നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ സ്ക്രീനൊക്കെ നല്ല, ഞാൻ OnePlus Note യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് പറയാൻ പറ്റും നല്ല സ്ക്രീൻ തന്നെയാണ്. പക്ഷെ ചിലവരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇരുട്ടത്ത് വല്ലതും ഫോൺ വല്ലതും യൂസ് ചെയ്യണം, ബ്രൈറ്റ്നസ്സും ലോണെങ്കിൽ നിങ്ങൾക്ക് ടിൻറ്റ് ഇഷ്യൂസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ അതുപോലത്തെ ഇഷ്യൂസ് ഒന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വേറെ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന വെച്ചാൽ ഇരുട്ടത്ത് ഫോൺ ഞാൻ യൂസ് ചെയ്യാണ്, പിന്നെ വൈറ്റ് സ്ക്രീനും കൂടെയാണ്. പക്ഷെ ക്യാമറ പഞ്ച് ഹോളിന്റെ അവിടെ ഒരു റെയിൻബോ എഫക്ട് പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ വൈറ്റ് സ്ക്രീൻ വല്ലതും കാണുവാണെങ്കിൽ ആ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ബാക്കി എനിക്കൊന്നും ഫേസ് ചെയ്തിട്ടൊന്നുമില്ല ടിൻറ്റ് ഇഷ്യൂസ് ഒക്കെ. അപ്പൊ നോക്കാം എന്താവുന്ന ഇതേപോലത്തെ ഇഷ്യൂസ് ഒക്കെ OnePlus Note 2 ഉണ്ടാവോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും നല്ല ഡിസ്പ്ലേ തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ 120 Hz ഒക്കെ വെക്കായിരുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ പ്രൈസിംഗ് ഒക്കെ വെച്ച് നോക്കുമ്പം. പക്ഷെ നിങ്ങൾ മിഡ് റേഞ്ച് ഫോൺ നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് 120 Hz ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അത് മോസ്റ്റ്ലി ഒക്കെ IPS LCD സ്ക്രീനാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് AMOLED സ്ക്രീൻ ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതൊക്കെ തന്നെയുള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേസും കാര്യങ്ങളൊക്കെ. അപ്പൊ നെക്സ്റ്റ് പലരൊക്കെ ചോദിക്കാറുണ്ട് OnePlus Note CE മേടിക്കണോ അതോ OnePlus Note 2 എടുക്കണോ. ഞാൻ പറഞ്ഞത് OnePlus Note 2 എടുക്കുന്നതായിരിക്കും ഭേദം. ഈ രണ്ട് സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ്ങിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. 8K 9K അല്ലെങ്കിൽ റുപ്പീസ് കൂടുതലാണ് Note 2 ഒക്കെ. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ ഉണ്ട്. അഥവാ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്യണം, പൈസ ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് OnePlus Note CE ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. പക്ഷേ CE ഞാൻ പറഞ്ഞത് പോക്കോ X3 Pro ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം എന്താ വെച്ചാൽ ഈ സ്മാർട്ട് ഫോൺ എനിക്ക് തോന്നുന്നില്ല നല്ല സ്മാർട്ട് ഫോൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതേ ഉള്ളായിരുന്നു എനിക്ക്. അതിനകത്ത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്. ബാക്കി എല്ലാത്തിനകത്ത് അതിനകത്ത് വെട്ടിയിട്ടുണ്ട്. അലേർട്ട് സ്ലൈഡർ ആയിക്കോട്ടെ, ആ സ്മാർട്ട് ഫോണിനകത്ത് OIS ഇല്ല. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടോ. Note CE ഭേദം ഞാൻ പറഞ്ഞത് OnePlus Note വല്ലതായിരിക്കും ഭേദം. പക്ഷേ Note ഭേദം Note 2 ആണ്. അപ്പോൾ ഇതേ ഉള്ളൂ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോക്കോയുടെ ഏതെങ്കിലും സ്മാർട്ട് ഫോണിലോട്ട്, ഷോമിയുടെ, റിയൽമിയുടെ സ്മാർട്ട് ഫോണിലോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതേ ഉള്ളൂ ഈ ഡൗട്ടിനകത്ത്. ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ കുറെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിരുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് MediaTekന്റെ Dimensity 1200 5G ചിപ്സെറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് 6nm ബേസ്ഡും കൂടെയാണ്. Mali G77 ആണ് ഈ സ്മാർട്ട് ഫോണിന്റെ GPU ഒക്കെ. എവിടെയോ ഞാൻ കേട്ടായിരുന്നു MediaTekന്റെ 1200, അതാണ് പോക്കോ F3 GT. പോക്കോ F3 GTയിലെങ്ങാണ്ടായിരുന്നു നിങ്ങൾക്ക് MediaTekന്റെ 1200 5G ചിപ്സെറ്റ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റ് ക്ലോസ് സ്നാപ്ഡ്രാഗൺ 870 865 ആണെന്ന്. പക്ഷെ 888 അവിടം വരെ ഒന്നും ഇത് വരുത്തൊന്നുമില്ല. അപ്പൊ നമുക്ക് പറയാൻ പറ്റും നല്ല ഫോൺ തന്നെയാണ്, നല്ല ചിപ്സെറ്റ് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നോക്കാമെന്നത് ക്വാൾകോമിന്റെ ചിപ്സെറ്റ് ഇവർ യൂസ് ചെയ്തായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ ഇതും കുഴപ്പമൊന്നുമില്ല, ഇത് നല്ല ചിപ്സെറ്റ് ഒക്കെ തന്നെയാണ്. MediaTek പഴയ പോലെ ഒന്നും അല്ല. അപ്പൊ ഇതേ ഉള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റും സംഭവങ്ങളൊക്കെ. പിന്നെ ഈ സ്മാർട്ട് ഫോണിനകത്ത് OSനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ Android 11 ഔട്ട് ഓഫ് ദ ബോക്സ് ആയിരിക്കും വരാൻ പോകുന്ന 2 കൊല്ലത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇതിനകത്ത് നിങ്ങൾക്ക് OxygenOSന്റെ UI ആണ് കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് 3 കൊല്ലത്തെ സെക്യൂരിറ്റി പാച്ചിന്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ സംഭവങ്ങളൊക്കെ. ഇപ്പൊ സെക്യൂരിറ്റിയിൽ നമുക്ക് പറയുന്നത് നല്ലതാണ്. പക്ഷെ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഇത് ColorOS ബേസ്ഡ് OxygenOS ആയിരിക്കും. ഒന്നും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഒപ്പോയും OnePlusഉം കൂടെ ചേരാൻ പോകാന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. Android 12 ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ മാറിയേക്കാം, അറിയത്തില്ല എന്താവുന്നത്. പക്ഷെ ഇപ്പോൾ OxygenOS തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ ഓടുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു എല്ലാ സംഭവങ്ങളൊക്കെ. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ സ്റ്റോറേജ് വേരിയൻസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് 2 വേരിയൻസേ കിട്ടുന്നുള്ളൂ. ഈ സ്മാർട്ട് ഫോണിന്റെ 128GB 8GB RAM വേരിയന്റ്, 256GB 12GB RAM വേരിയന്റ്, UFS 2.1 സപ്പോർട്ടാണ് വരാൻ പോകുന്ന. മൈക്രോസ്റ്റി കാർഡിന്റെ സ്ലോട്ട് ഒന്നും തന്നെ ഈ സ്മാർട്ട് ഫോണത്തില്ല. ഡുവൽ സിം സപ്പോർട്ടൊക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള സ്റ്റോറേജ് വേരിയൻസിനെ പറ്റി. ചിലപ്പോൾ അവർ 128 6GB RAM വേരിയന്റ് ചിലപ്പോൾ അവർ ഇറക്കിയേക്കാം, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആസ് ഓഫ് നൗ ഇതാണ് വന്നത് ലീക്സിനകത്തൊക്കെ. അപ്പോൾ
ഇതൊക്കെ തന്നെ ഉള്ളത് സ്റ്റോറേജ് വേരിയൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ UFS 2.1 എനിക്ക് പറയാനുള്ള സെയിം OnePlus നോഡിനകത്തും ഉണ്ടായിരുന്നു. ഇതിനകത്ത് കുറച്ചുകൂടെ കൂട്ടായിരുന്നു, 2.2 ഒക്കെ ആക്കാം, 3 ഒക്കെ ആക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉള്ളായിരുന്നു OnePlus Nord 2-നകത്ത്. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ OnePlus Nordനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് 4 ക്യാമറാസ് ഉണ്ട്. അതിനകത്ത് ഒരു ഡെപ്ത് സെൻസർ എന്ന് പറഞ്ഞൊരു ക്യാമറ ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റിയ ഒരു ഡമ്മി ക്യാമറ തന്നെയാണെന്ന്. പക്ഷേ ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് 3 ക്യാമറാസ് ആണ് കിട്ടുക. 3ഉം നമുക്ക് പറയാൻ പറ്റും യൂസ്ഫുൾ ക്യാമറാസ് ഒക്കെ തന്നെയാണെന്ന്, എക്സെപ്റ്റ് മാക്രോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഓക്കെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 3 ക്യാമറാസ് ആണ് നിങ്ങൾക്ക് റിയറിൽ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാമറ 50 മെഗാപിക്സൽ 1.8 ലെൻസ് ആയിട്ടാണ് വരുന്നത്. പിന്നെ രണ്ടാമത്തെ ക്യാമറ അൾട്രാ വൈഡ് ആണ്, 8 മെഗാപിക്സലിന്റെ ആണ്. മാക്രോ ക്യാമറ ഉണ്ട്, അത് 2 മെഗാപിക്സലിന്റെ ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അൾട്രാ വൈഡും മാക്രോയും നമുക്ക് പറയാൻ പറ്റും സെയിം തന്നെയാണ് OnePlus Nord. അത് പക്ഷേ മെയിൻ സെൻസറിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറയെ പറ്റി സംസാരിക്കുക, അതേ സെയിം ക്യാമറാസ് ആണ്. 32 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ കിട്ടുന്നുണ്ട്. പിന്നെ മറ്റേ വൈഡ് ക്യാമറ 8 മെഗാപിക്സലിന്റെ ആണ്. സെയിം ആണ് OnePlus Nordലും കിട്ടിക്കൊണ്ടിരുന്നത്. Nord 2ലും അതുപോലെ തന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു എല്ലാ സംഭവങ്ങളൊക്കെ. അപ്പോൾ 4K 60 FPS 4K 30 FPS വരെയൊക്കെ ഈ സ്മാർട്ട് ഫോൺ റെക്കോർഡ് ചെയ്തേക്കാം. പിന്നെ ഫ്രണ്ട് ക്യാമറയിൽ ഞാൻ പറയുന്നത് ഞാൻ OnePlus Nord യൂസ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് OnePlus Nordന്റെ ഫ്രണ്ട് ക്യാമറയ്ക്ക് അതാണ് 4K 30 FPS 4K 60 FPS വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എഡിറ്റിംഗിന്റെ സമയത്തൊന്നും അത് റെഗുലർ ആവാൻ കുറച്ച് ടൈമൊക്കെ എടുക്കുമായിരിക്കും. പക്ഷേ ഈ ഒരു ഇഷ്യൂ കൂടെ ഉള്ളൂ. ഇപ്പോൾ 4K 60 FPS ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയേക്കാം ഫ്രണ്ട് ക്യാമറയിൽ. പക്ഷേ റിയറിൽ എനിക്ക് 4K 30 വരെയൊക്കെ കിട്ടുന്നുള്ളൂ. 60 ചിലപ്പോൾ വന്നേക്കാം. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു എല്ലാ സംഭവമൊക്കെ. നിങ്ങൾക്ക് OISന്റെ സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ OnePlus Nord Cയിൽ നിങ്ങൾക്ക് OISന്റെ സപ്പോർട്ട് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് നോഡിനകത്തും ഉണ്ട്, Nord 2-നകത്തും നിങ്ങൾക്ക് OIS ഉണ്ട്. അപ്പോൾ ഈ ഒരു നല്ല സംഭവം ഇപ്രാവശ്യം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു OnePlus Nord 2ന്റെ ക്യാമറാസും കാര്യങ്ങളൊക്കെ. OnePlus Nordന്റെ അതേ ക്യാമറാസ് ഒക്കെ കോപ്പി പേസ്റ്റ് അടിച്ചിരിക്കുകയാണ്. പക്ഷേ മെയിൻ സംഭവം വരുന്നത് ഇതിനകത്ത് MediaTek 1200 ചിപ്സെറ്റ്, Dimensity 1200 ചിപ്സെറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ISPയും സംഭവങ്ങളൊക്കെ ഇതിനകത്ത് സോഫ്റ്റ്വെയർ പ്രോസസ്സിങ് അൽഗോരിതം എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഫോട്ടോസൊക്കെ നോഡിനേക്കാളും കിട്ടിയേക്കാം. ആ ഒരു സംഭവം കൂടെ ഉള്ളു. ബാക്കിയെല്ലാം സെയിം തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോൺ അത് വേറെ കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് ഒന്നുമില്ല, OnePlus Nord C കിട്ടുന്നുമില്ല. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് അലേർട്ട് സ്ലൈഡറൊക്കെ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണകത്ത് കിട്ടുന്നുണ്ട്. അതൊരു നല്ല സംഭവം തന്നെയായിരുന്നു. പിന്നെ ചാൻസസ് ഉണ്ട് ഈ സ്മാർട്ട് ഫോൺ അത് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി. ഒന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ആസ് ഓഫ് നോ അവരൊന്നും പറഞ്ഞിട്ടില്ല. ചാൻസസ് ഉണ്ട് സ്റ്റീരിയോ സ്പീക്കറൊക്കെ കിട്ടാൻ വേണ്ടി. ഈ ഒരു സംഭവമുണ്ട്. പിന്നെ ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് NFC സപ്പോർട്ടും ഉണ്ട്. അതും നല്ല സംഭവം തന്നെയാണ്. പിന്നെ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററീസും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് 4500 mAh ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. നല്ല തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. OnePlus Nordനകത്ത് 4115 mAh ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് 4500 mAh ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ചാർജിങ് ടെക്നോളജിയും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ ഇതിനകത്ത് 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആയിരിക്കും ബോക്സിൽ കിട്ടാൻ പോകുന്നത് OnePlus Nord ഒക്കെ പോലെ തന്നെ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ചാർജറൊക്കെ കിട്ടുന്നുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യം തന്നെയാണ് ഈ കാലത്തൊക്കെ. ഈ സംഭവങ്ങളൊക്കെ ഉള്ളായിരുന്നു ഈ സ്മാർട്ട് ഫോൺ അത്. അപ്പോൾ നെക്സ്റ്റ് ചില റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിന്റെ റെഡ് കളറിന്റെ വേരിയന്റ് വരും എന്നൊക്കെ പറയുന്നുണ്ട്. OnePlus 7 Series 6 സീരീസിലൊക്കെ കണ്ട പോലെ OnePlus Nord 2ന്റെ റെഡ് വേരിയന്റ് ചിലപ്പോൾ വരികയായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവം പറയുന്നുണ്ട്. പിന്നെ ഗ്രേന്റെ ഓപ്ഷൻ കാണുമായിരിക്കും, ബ്ലൂവിന്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കും. കളർ ഓപ്ഷൻസിനകത്ത് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈനും ബിൽഡ് ക്വാളിറ്റിക്ക്. അപ്പോൾ കളേഴ്സിനകത്ത് എനിക്ക് പറയാനുള്ളത് ഗ്രേ വരും, ബ്ലൂ വരും, റെഡ് വരും എന്നൊക്കെ. അത് നോക്കാം എന്താണ്. അപ്പോൾ 5Gയും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ള ഇപ്രാവശ്യം നിങ്ങൾക്ക് സെയിം തന്നെയാണ്. 1-2 ബാൻഡ്സ് തന്നെ കിട്ടത്തുള്ളൂ. പക്ഷെ യൂറോപ്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് 5 ബാൻഡ്സ് 6 ബാൻഡ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾ OnePlus 9 സീരീസ് എടുക്കുമ്പോൾ 13 ബാൻഡ്സ് 10 ബാൻഡ്സ് അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് യൂറോപ്യൻ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ 1-2 ബാൻഡ്സേ ഉള്ളൂ. അതിന്റെ റീസൺ എനിക്ക് തോന്നുന്നു ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ OnePlus Nord സീരീസും OnePlusന്റെ സ്മാർട്ട് ഫോൺസ് നിങ്ങൾ പതിവേ നോക്കണം, വിലക്കുറവാണ്. അത് വേറെ കാര്യം. മറ്റുള്ള രാജ്യങ്ങളിൽ നിങ്ങളൊരു OnePlus Nord തന്നെ എടുക്കുവാണ്, അത് നിങ്ങൾക്ക് 40K വരെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ UAE നോക്കുകയാണ്, ഒമാൻ, സൗദി അറേബ്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ 40K വരെയൊക്കെ പോകുന്നുണ്ട് OnePlus Nordന്റെ പ്രൈസ്. അതേസമയം നാട്ടിൽ 28K ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഒക്കെ കാരണമാണെന്ന് തോന്നുന്നു ഇവിടെ നിങ്ങൾക്ക് ബാൻഡ്സ് ഒക്കെ കുറവായിട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ പ്രൈസിങ് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റ് പറയുന്നത് 30,000 രൂപയാവുമെന്നാണ്. പിന്നെ ഹയർ വേരിയന്റ് 32,000 രൂപയൊക്കെ ആവുമെന്നാണ്. അപ്പോൾ നോക്കാം എന്താണ്. നാളെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ലോഞ്ച് ഇവന്റ് ഒക്കെ. പക്ഷേ എക്സ്പെക്ടഡ് പ്രൈസിങ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളത് OnePlus Nord 2നെ പറ്റി. OnePlus Nord ഒരു നല്ല ഫോൺ തന്നെയാണെന്ന് പറയാൻ പറ്റും. മാറ്റങ്ങൾ ഒന്നും തന്നെയില്ല. OnePlus Nord ഒക്കെ വെച്ചൊന്നും പുതിയതായിട്ട് അപ്ഗ്രേഡ് ആയിട്ട് ഒന്നും തന്നെയില്ല. ഈ ഒരു വ്യത്യാസമുള്ള അവർക്ക് കുറച്ചുകൂടെ ഇങ്ങനെ അപ്ഗ്രേഡ്സ് ഒക്കെ വരുത്തായിരുന്നു അവരുടെ സ്മാർട്ട് ഫോൺസ് അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.